ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചെസ് ഒളിമ്പ്യാഡിനെ പറ്റിയാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയിരിക്കുകയാണ്. എന്താണ് ചെസ് ഒളിമ്പ്യാഡുമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ഇരട്ട സ്വർണം. ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് ഇരട്ട സ്വർണം നേടിയിരിക്കുകയാണ് ഇന്ത്യ. ചെസ് ഒളിമ്പ്യാഡ് 2024ന്റെ വേദി എവിടെയാണ്? ബുഡാപെസ്റ്റ് ആണ്. ബുഡാപെസ്റ്റ് എവിടെയാണ്? ഹംഗറിയിലാണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് 2024 ചെസ് ഒളിമ്പ്യാഡ് നടന്നത്. ഓർത്തിരിക്കുക, 2024 ചെസ് ഒളിമ്പ്യാഡ് വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു. എത്രാമത് ചെസ് ഒളിമ്പ്യാഡാണ് 2024 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്നത്? എത്രാമതാണ്? 45ാമത് ചെസ് ഒളിമ്പ്യാഡാണ് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ 2024 നടന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട സ്വർണം നേടിയ ചെസ് ഒളിമ്പ്യാഡ് എത്രാമത്തേതായിരുന്നു? 45ാമത്തേതായിരുന്നു. ഓർത്തിരിക്കുക, 45ാമത് ചെസ് ഒളിമ്പ്യാഡിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട സ്വർണം നേടിയിരിക്കുന്നത്. പുരുഷ താരങ്ങൾ പങ്കെടുത്ത ഓപ്പൺ വിഭാഗത്തിലും ഏതൊക്കെയാണ്? പുരുഷ താരങ്ങൾ പങ്കെടുത്ത ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാർ പങ്കെടുത്ത ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമാണ് ഇന്ത്യ സ്വർണം നേടിയത്. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇരട്ട സ്വർണം ലഭ്യമായത്. ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയവർ ആരെല്ലാം? പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയവർ ആരെല്ലാമാണ്? നമുക്ക് വളരെ പരിചിതമായ ചെസ് താരങ്ങൾ തന്നെയാണ് സ്വർണം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ഈ പേരുകളൊക്കെ പഠിക്കാൻ. ഒന്നാമത്തേത് ഡി ഗുഗേഷ് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിലൊക്കെ സജീവമാകുന്ന ഒരു പേരാണ് ഡി ഗുഗേഷ് ഒരു ചെസ് താരമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്തതാരാണ്? അർജുൻ എരിഗേസി. നമുക്കറിയാവുന്നതാണ് അർജുൻ എരിഗേസി. പിന്നെ നമ്മുടെ സ്വന്തം പ്രജ്ഞാനന്ദയ്ക്കും സ്വർണം ലഭിച്ചു. വിദിത് ഗുജറാത്തി. ആരാണ്? വിദിത് ഗുജറാത്തി. അടുത്ത ഒരാളാണ് പെൻഡാല ഹരികൃഷ്ണൻ എന്നിവരടങ്ങിയ ടീമാണ് ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത്. ഓർത്തിരിക്കുക, ചെസ് താരങ്ങളുടെ പേര് എല്ലാം തന്നെ ഓർത്തിരിക്കുക. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് സ്വർണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരാണ് എന്ന് തന്നെ ഓർത്തിരിക്കുക. ഡി ഗുഗേഷിനെ നമുക്കറിയാം, പ്രജ്ഞാനന്ദയെ നമുക്കറിയാം, അർജുൻ എരിഗേസിയെ നമുക്കറിയാം. അധികം എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ്. എന്നിരുന്നാലും ചിലരെങ്കിലും കേട്ട് കാണാത്ത പേരുകളാണ് വിദിത് ഗുജറാത്തി, പെൻഡാല ഹരികൃഷ്ണൻ. അപ്പോൾ ഈ പേരുകളെല്ലാം തന്നെ ഓർത്തിരിക്കുക. സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. പെൻഡാല ഹരികൃഷ്ണൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഒരു ചെസ് താരമാണ്. ഇന്ത്യയുടെ ചെസ് താരമാണ് പെൻഡാല ഹരികൃഷ്ണൻ. അപ്പോൾ പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയ ടീമിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? ഡി ഗുഗേഷ്, അർജുൻ എരിഗേസി, പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, പെൻഡാല ഹരികൃഷ്ണൻ. ഇത് മാത്രമല്ല, ഇന്ത്യക്ക് ചില വ്യക്തിഗത സ്വർണം കൂടി ലഭിച്ചിട്ടുണ്ട്. വ്യക്തിഗത സ്വർണം നേടിയവർ ആരൊക്കെയാണ്? ഡി ഗുഗേഷ് ഉണ്ട്, അർജുൻ എരിഗേസി, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ. ആരെല്ലാമാണ്? ഡി ഗുഗേഷ്, അർജുൻ എരിഗേസി, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ എന്നിവരാണ് വ്യക്തിഗത സ്വർണം നേടിയത്. പുരുഷ ഓപ്പൺ വിഭാഗത്തിൽ മത്സരിച്ചവർ ആരെല്ലാമാണ്? ഇവർ തന്നെയാണ് അർജുൻ എരിഗേസി, ഡി ഗുഗേഷ്, പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, പെൻഡാല ഹരികൃഷ്ണൻ. അവരടങ്ങുന്ന ടീമാണ് ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും ചെസ് ഒളിമ്പ്യാഡിലും നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പ്യാഡിലും ചെസ് ഒളിമ്പ്യാഡിലും നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയത് ശ്രീനാഥ് നാരായണനാണ്. ആരാണ്? ശ്രീനാഥ് നാരായണൻ. നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയത് ശ്രീനാഥ് നാരായണനാണ്. ഓർത്തിരിക്കുക, കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയിരുന്നത് ശ്രീനാഥ് നാരായണൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ചെസ് ഒളിമ്പ്യാഡിലും ഇന്ത്യയുടെ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആരാണ്? അഭിജിത്ത് കുണ്ഡേ. ആരാണ്? അഭിജിത്ത് കുണ്ഡേ ആണ് ഇന്ത്യൻ വനിതാ ടീമിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയത്.
2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ വനിതാ ടീം നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആരാണ്? അഭിജിത്ത് കുണ്ടയാണ് ഇന്ത്യൻ വനിതാ ടീം നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയത്. ഇന്ത്യ വനിതാ ടീമിലെ അംഗങ്ങൾ ആരെല്ലാം നോക്കാം. ആർ വൈശാലി, ടാനിയ സച്ദേവ്, ഡി ഹരിക, വന്ദിത അഗർവാൾ, ദിവ്യ ദേശ്മുഖ്. വന്ദിത അഗർവാളും ദിവ്യ ദേശ്മുഖും വ്യക്തിഗത സ്വർണവും നേടിയവരാണ്. അവരുടെ കൂടെ തന്നെ ആർ വൈശാലി, ഓർത്തിരിക്കാവുന്ന പേരാണ് വൈശാലി, നമുക്കൊരു സിനിമയൊക്കെ ഉണ്ട്. ആർ വൈശാലി, ടാനിയ സച്ദേവ്, ഡി ഹരിക ഇവരടങ്ങുന്നതാണ് ഇന്ത്യയുടെ വനിതാ ടീം. ടൂർണമെന്റിൽ ഒരു റൗണ്ടിലും തോൽക്കാതെയാണ് ഇന്ത്യ ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. ചെസ് ഒളിമ്പ്യാഡിൽ വെള്ളി നേടിയ രാജ്യം, അതായത് ഏത് രാജ്യത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയത്? ഏതായിരുന്നു? കസാക്കിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയത്. വെങ്കലം നേടിയത് USA ആണ്. വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് USA. ചെസ് ഒളിമ്പ്യാഡിലെ ഓപ്പൺ വിഭാഗത്തിൽ 2014 2022 ഇന്ത്യ 3ാം സ്ഥാനം നേടിയിരുന്നു. അപ്പോൾ 2014 2024 ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് വെങ്കല മെഡലായിരുന്നു ലഭിച്ചിരുന്നത്. ഏതൊക്കെ വർഷമാണ്? 2014 2022 ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമായിരുന്നു. അതുകൂടാതെ 2020 കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് ചെസ് ഒളിമ്പ്യാഡ് നടത്തിയിരുന്നു. ആ ചെസ് ഒളിമ്പ്യാഡിൽ, അതായത് 2020 കോവിഡ് കാലത്ത് നടന്ന ഓൺലൈനായിട്ട് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ റഷ്യയ്ക്കൊപ്പം ഇന്ത്യ സംയുക്ത ജേതാക്കളായിരുന്നു. അപ്പോൾ ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണമല്ലല്ലോ. ഇന്ത്യ ഇതിനു മുന്നേ 2020 ഓൺലൈനായിട്ട് നടന്ന ചെസ് ഒളിമ്പ്യാഡിലും ജേതാവാണ്. പക്ഷേ എന്തല്ല, ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ 2020 ചെസ് ഒളിമ്പ്യാഡ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞത്. 2021 ഓൺലൈൻ ഒളിമ്പ്യാഡിലും ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചിരുന്നു. അപ്പൊ 2020 വിജയിയായിരുന്നു, റഷ്യയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായിരുന്നു. 2021 നടന്ന ഓൺലൈൻ ഒളിമ്പ്യാഡിൽ വെങ്കലവും ലഭിച്ചിരുന്നു, ഇന്ത്യക്ക് വെങ്കലവും ലഭിച്ചിരുന്നു. അതിനുശേഷം നടന്ന 2022 ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഇന്ത്യ പിന്നെയും വെങ്കല മെഡൽ നേടിയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ചെസ് ഒളിമ്പ്യാഡുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇതിലെ ഓരോ വ്യക്തികളുടെ പേരും പഠിച്ചിരിക്കുക. സ്പോർട്സ് ഇനത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പേര് ചോദിച്ചിട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അടുത്തത് ലെപ്പാത്ത ലേഡീസ്. നമ്മൾ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്, വളരെ നല്ലൊരു സിനിമയാണ്. അതായത് എന്താണ് അതിന്റെ കഥ? ഒരു ഗ്രാമത്തിൽ നിന്നും കല്യാണം കഴിച്ച് വരുന്ന വഴിക്ക് ഭാര്യയെ മാറിപ്പോകുന്നു. ട്രെയിനിൽ വെച്ചിട്ട് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന വളരെ രസകരമായ ഒരു കഥ പറയുന്ന സിനിമയാണ് ലെപ്പാത്ത ലേഡീസ്. അതിന് എന്തുകൊണ്ട് ഈ സിനിമ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി 2024 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയാണ് ലെപ്പാത്ത ലേഡീസ്. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ് സിനിമ? ലെപ്പാത്ത ലേഡീസ് ആണ്. സംവിധാനം കിരൺ റാവു ആണ് ലെപ്പാത്ത ലേഡീസ് സിനിമയുടെ സംവിധായകൻ. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ഓസ്കാർ ഔദ്യോഗിക എൻട്രി ആയ സിനിമയാണ് ലെപ്പാത്ത ലേഡീസ്. ലെപ്പാത്ത ലേഡീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് കിരൺ റാവു. ഏത് വിഭാഗത്തിലാണ് നമ്മുടെ ലെപ്പാത്ത ലേഡീസ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിൽ. ഏതാണ്? വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലാണ് ലെപ്പാത്ത ലേഡീസ് മത്സരിക്കുന്നത്. മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയ ലെപ്പാത്ത ലേഡീസ് മത്സരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. പുതിയ ഹൈക്കോടതി നിയമനങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞു. കേരളത്തിന് ഒരു പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കുകയാണ്. ഇനി വരുന്ന ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഒക്കെ നോക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കുക. ഈ ഓപ്ഷൻ എന്തായാലും ക്വസ്റ്റ്യനിൽ കാണും. കാര്യം എന്ന് വെച്ചാൽ, നിയമിച്ചത് ഈ അടുത്തിടെ ആണെങ്കിൽ കൂടി ഒത്തിരി നാളായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാൻ പോകുന്ന വ്യക്തി എന്ന രീതിയിൽ കുറച്ച് നാളായി അദ്ദേഹത്തിന്റെ പേരുണ്ട്. നമ്മുടെ കൊളീജിയം അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ആദ്യം മുതൽക്കേ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. മുന്നേ ഉള്ള ആളെയൊന്നും ആരും മാറി കുത്തരുത്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിരിക്കുക.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി നിതിൻ മധുക്കർ ജാംദർ. ആരാണ്? നിതിൻ മധുക്കർ ജാംദർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി. കേരളത്തിന് മാത്രമല്ല പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിനോടൊപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും പുതിയ ചീഫ് ജസ്റ്റിസ് നിയമനം നടന്നിട്ടുണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. നിതിൻ മധുക്കർ ജാംദർ ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായിരുന്നു. ഏതാണ്? ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായിരുന്നു നമ്മുടെ നിതിൻ മധുക്കർ ജാംദർ. അപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ നിന്നുമാണ് അദ്ദേഹം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായി വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തോടൊപ്പം തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ചില ഹൈക്കോടതികളിലും ചീഫ് ജസ്റ്റിസ് നിയമനം നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഇന്ദ്രപ്രസന്ന മുഖർജി. ജസ്റ്റിസ് ഇന്ദ്രപ്രസന്ന മുഖർജിയാണ് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായിരിക്കുന്നത്. അപ്പോൾ മേഘങ്ങൾ നല്ല പ്രസന്നമായിട്ടിരിക്കുകയാണ്. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് ഇന്ദ്രപ്രസന്ന മുഖർജി. മേഘങ്ങൾ പ്രസന്നമായി ഇരിക്കുകയാണ്. ജസ്റ്റിസ് ഇന്ദ്രപ്രസന്ന മുഖർജിയാണ് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദുരത് കുമാർ കെയ്ത്ത്. ആരാണ്? ദുരത് കുമാർ കെയ്ത്ത്. മദ്യം കുടിച്ചാൽ ഒരു ദുരന്തം ഉറപ്പാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദുരത് കുമാർ കെയ്ത്ത്. മദ്യം കുടിച്ചാൽ ദുരന്തം ഉറപ്പാണ്, ഓർത്തിരിക്കുക. മധ്യപ്രദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ദുരത് കുമാർ കെയ്ത്ത്. ജമ്മു കാശ്മീരിനും ലഡാക്കിനും കൂടി ഒറ്റ ചീഫ് ജസ്റ്റിസ് ആണ്. ആരാണ്? ടാഷി റബ്സ്റ്റാൻ. ആരാണ്? ടാഷി റബ്സ്റ്റാൻ. നല്ല പേരല്ലേ, ടാഷി റബ്സ്റ്റാൻ. ജമ്മു കാശ്മീർ, ലഡാക്ക്, ടാഷി റബ്സ്റ്റാൻ. ഡൽഹിയിലെത്തുന്നത് ഒരു മോഹമാണ്. മൻമോഹൻ. ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് മൻമോഹൻ. ജസ്റ്റിസ് മൻമോഹൻ ആണ് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ നടന്ന നിയമനമായതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടൊപ്പം നിയമിതനായതുകൊണ്ടും കുറച്ചധികം പ്രശ്നങ്ങളോടുകൂടി, അതായത് കൊളീജിയം മുന്നോട്ട് വെച്ച പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ആളുകളുടെ പേര് എന്ത് ചെയ്തു, വേറെ ഹൈക്കോടതിയിലോട്ടൊക്കെ മാറ്റിയാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് ഈ പേരുകളെല്ലാം തന്നെ കുറച്ച് നാളായിട്ട് പത്രങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമിക്കപ്പെട്ട എല്ലാ ചീഫ് ജസ്റ്റിസുമാരെയും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മൻമോഹൻ. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് ജസ്റ്റിസ് രാജീവ് ഷക്ദേർ. ആരാണ്? രാജീവ് ഷക്ദേർ ആണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഒന്നുകൂടെയുണ്ട്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KR ശ്രീറാം. മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് KR ശ്രീറാം. ഒട്ടനവധി മാറ്റങ്ങളാണ് നമ്മുടെ ഓരോ പദവികളിലും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്ക് പുതിയ വ്യോമസേനാ മേധാവി ഉണ്ടായിരിക്കുകയാണ്. ആരാണ്? ഇന്ത്യയുടെ അടുത്ത വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത്. സെപ്റ്റംബർ 30 എയർ മാർഷൽ അമർപ്രീത് ആണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയായി നിയമിതനാകാൻ പോകുന്നത്. നിലവിൽ അതായത് ഈ സെപ്റ്റംബർ 30 വരെ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരിയാണ്. ആരാണ്? വിവേക് റാം ചൗധരി. നിലവിൽ വിവേക് റാം ചൗധരിയാണ്. അടുത്ത നിയമിതനാകാൻ പോകുന്നത് എയർ മാർഷൽ അമർപ്രീത്. ഇങ്ങനെയാണ് നമ്മളെ PSC കുഴയ്ക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് ഡേറ്റ്, ഇതുവരെ ഈ ആളാണ്, അത് കഴിഞ്ഞിട്ട് പുതിയ ആള്. അപ്പോൾ അങ്ങനെ ഒരു നിയമനം വരുമ്പോൾ ഓൾറെഡി കുറച്ച് നാൾ മുന്നേ ആ പേര് എന്ത് ചെയ്യുന്നു, വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. PSC ആ പേര് ഓപ്ഷനിൽ ഇടുന്നു. നമ്മൾ അറിയുന്നില്ല, നമുക്കറിയാവുന്നത് ജസ്റ്റ് തൊട്ട് മുന്നേ ഉള്ള ആളെയാണ്, നമ്മൾ അയാളെ കറുപ്പിക്കുന്നു, നമ്മുടെ മാർക്ക് പോകുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമനങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി പോവുക. ഈ മാസം സെപ്റ്റംബർ 30 എയർ മാർഷൽ അമർപ്രീത് ഇന്ത്യയുടെ പുതിയ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കുകയാണ്. നിലവിലെ വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരിയാണ്. വിവേക് റാം ചൗധരി നമ്മൾ അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോൾ മാറുന്നുണ്ട്. ഇനി അടുത്ത LDക്ക് ഒരു പക്ഷേ വിവേക് റാം ചൗധരി ഓപ്ഷൻ ആയിട്ടുണ്ട്. എയർ മാർഷൽ അമർപ്രീതും കാണും. 30 ശേഷമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എയർ മാർഷൽ അമർപ്രീത് തന്നെ കറുപ്പിക്കുക. നിലവിൽ വ്യോമസേന ഉപമേധാവിയാണ് അമർപ്രീത്. അപ്പോൾ അമർപ്രീതിനും നിലവിൽ ഒരു സ്ഥാനമുണ്ട്. എന്താണ്? വ്യോമസേനയുടെ ഉപമേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത്. അടുത്ത അദ്ദേഹം
വ്യോമസേനയുടെ മേധാവിയായി മാറാൻ പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. പത്രവാർത്തകളിൽ വന്ന ഏറ്റവും അനിവാര്യമായ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വരും ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക്